ചെന്താമരയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നെന്മാറ സജിത വധക്കേസിൽ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് നടന്നത്. പാലക്കാട് നെന്മാറയിൽ 2019 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ആ കേസിലാണ് ഇപ്പോൾ ചെന്താമരയെക്കുറിച്ച് ഒരുപാട് കേരളം ചർച്ച ചെയ്തതാണ്. ചെന്താമരയുടെ ക്രൂരതയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ജാമ്യത്തിൽ ഇറങ്ങി 2 കൊലപാതകം നടത്തിയ ആളാണ് ചെന്താമര. അതിനാൽ ചെന്താമരയ്ക്ക് ഈ ആദ്യ കൊലപാതകത്തിൽ വധശിക്ഷ നൽകണം എന്നുള്ള കാര്യം, ഈ പ്രതി ഏതെങ്കിലും രീതിയിൽ വെളിയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് സമൂഹത്തിനാകെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ്. ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത്. വധശിക്ഷയില്ല, ഇരട്ട ജീവപര്യന്തമാണ് ഈ സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നു. ഒരു കുറ്റബോധവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം ചെന്താമര പെരുമാറിയിരുന്നത് കോടതിയിൽ എന്നുകൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തായിരുന്നു വധശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് കോടതി വരുന്നത്. പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇരട്ട ജീവപര്യന്തം 3.25 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏതായാലും ചെന്താമരയുടെ ക്രൂരതയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് വധശിക്ഷ ചെന്താമരയ്ക്ക് നൽകണം എന്നായിരുന്നു. എന്നാൽ ആ വാദത്തെ കോടതി അംഗീകരിച്ചിട്ടില്ല. പകരം ഇരട്ട ജീവപര്യന്തമാണ്, അതായത് വലിയൊരു കാലം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3.25 ലക്ഷം രൂപ പിഴ നൽകണം എന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ചെന്താമര നടത്തിയ ആദ്യ കൊലപാതകത്തിന് സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ഇത്. 2019 ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അയൽവാസിയായ സജിതയെ ക്രൂരമായിട്ടായിരുന്നു ചെന്താമര കൊലപ്പെടുത്തിയത്. ആ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് തിരുപ്പൂരിലും മക്കൾ സ്കൂളിലുമായിരുന്നു. തിരികെ വീട്ടിൽ വന്ന മക്കളാണ് ഈ സജിത കൊല്ലപ്പെട്ടതായി കാണുന്നത്. ഈ കേസിലെ സാക്ഷിയെ ഉൾപ്പെടെ ചെന്താമര വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു.